Students, in this video we are discussing the mathematical properties on standard deviation. We have already discussed the mathematical properties of arithmetic mean, then mathematical properties of mean deviation, standard deviation ഒക്കെ നമുക്ക് പലപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു 7 പ്രോപ്പർട്ടീസ് ഉണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. Then the first property state that standard deviation is independent of change in the origin. This means that the value of the standard deviation will remain the same even if each of the items of a series is added or subtracted by a കോൺസ്റ്റൻറ്റ് ക്വാണ്ടിറ്റി. അതായത് തന്നിരിക്കുന്ന കുറേ വാല്യൂസ് ഉണ്ടല്ലോ, ആ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതേപോലെ തന്നിരിക്കുന്ന വാല്യൂസിനോടെല്ലാം ഒരു പർട്ടിക്കുലർ വാല്യൂ ആഡ് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ വാല്യൂ സബ്ട്രാക്റ്റ് ചെയ്തിട്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാലും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ വാല്യൂവിന് ചേഞ്ച് ഇല്ല. അതാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ചേഞ്ച് ഇൻ ദ ഒറിജിൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ പ്രോപ്പർട്ടി നമ്പർ 2, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ ദ ചേഞ്ച് ഇൻ ദ സ്കെയിൽ. അതായത് ഒറിജിന് ചേഞ്ച് ഇല്ലെന്ന് പറയുമ്പം പർട്ടിക്കുലർ വാല്യൂസ് ആഡ് ചെയ്യുകയോ പർട്ടിക്കുലർ വാല്യൂ ആഡ് ചെയ്യുകയോ സബ്ട്രാക്റ്റ് ചെയ്യുകയോ ചെയ്യുമ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷന് ചേഞ്ച് ഇല്ല. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ ദ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇതാണ്: ദ വാല്യൂ ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ് ബൈ ദ സെയിം കോൺസ്റ്റൻറ്റ് ബൈ വിച്ച് ഈച്ച് ഐറ്റം ഓഫ് ദ സീരീസ് ഈസ് മൾട്ടിപ്ലൈഡ് ഓർ ഡിവൈഡഡ്. കോണ്ടാക്റ്റ് അല്ല, അവിടെ കോൺസ്റ്റൻ്റ് ആണ്, ഒരു മിസ്റ്റേക്ക് വന്നാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓഫ് ദ ചേഞ്ച് ഇൻ ദ സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് ഇതാണ്: തന്നിരിക്കുന്ന ഒരു സീരീസിന് കറസ്പോണ്ടിങ് ഒരു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാലോ. ദെൻ ആ സീരീസിന് എല്ലാ വാല്യൂസിനും നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആക്ച്വൽ സീരീസിനെ ആ പർട്ടിക്കുലർ വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും നമുക്ക് സെക്കൻഡ് സീരീസ് കിട്ടുക. അതായത് ഫസ്റ്റ് സീരീസ് നമുക്കൊരു കുറേ വാല്യൂസ് തന്നിട്ടുണ്ട്, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കണ്ടു. ദെൻ ആ സീരീസിനെ നമ്മളൊരു പർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് എല്ലാ നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കിട്ടിക്കഴിഞ്ഞാൽ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആദ്യമേ കിട്ടിയ സ്റ്റാൻഡേർഡ് ഡീവിയേഷനെ ആ പർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന വാല്യൂ ആയിരിക്കും സെക്കൻഡ് സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. Then property 3, standard deviation is minimum root mean square deviation because it is calculated from the arithmetic average of a series. അതായത് റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുക. അതായത് തന്നിരിക്കുന്ന വാല്യൂസിന് ഡീവിയേഷൻസ് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ ആയിട്ട് ഡീവിയേഷൻസ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയറിൻ്റെ മീനിൻ്റെ റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ നമ്മൾ പറഞ്ഞില്ലേ. ദെൻ അപ്പം ഡീവിയേഷൻ എടുത്ത് അതിൻ്റെ സ്ക്വയർ എടുത്ത് മീൻ എടുത്ത് റൂട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. പക്ഷേ അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വാല്യൂസിൽ ഡീവിയേഷൻസ് നമുക്ക് ഏതിനോട് വേണമെങ്കിലും ഡീവിയേഷൻസ് കൺസിഡർ ചെയ്യാം അല്ലേ. അപ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷനിൽ ഡീവിയേഷൻ കൺസിഡർ ചെയ്യുന്ന ഫ്രം ദ ആക്ച്വൽ മീൻ ആണ്. ദെയർഫോർ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഈസ് ദ മിനിമം റൂട്ട് മീൻ സ്ക്വയർ ഡീവിയേഷൻ. ഓക്കെ. അതേസമയം നമ്മൾ ഏതൊരു വാല്യൂവിനോട് ഒരു അസ്യൂംഡ് മീൻ എടുത്ത് ഡീവിയേഷൻസ് എടുത്തു കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഡീവിയേഷൻസിൻ്റെ സ്ക്വയറിൻ്റെ മീനിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? നമ്മുടെ സ്റ്റാൻഡേർഡ് ഡീവിയേഷനേക്കാളും കൂടുതലായിരിക്കും വരിക. ഓക്കെ. പ്രോപ്പർട്ടി ഒന്ന് ഇരുത്തി വായിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ. മിസ്സ് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ. ഇൻ എ സിമെട്രിക് ആൻഡ് മോഡറേറ്റ്ലി അസിമെട്രിക് സീരീസ് ഇറ്റ് മെയിൻറ്റെയിൻസ് ദ എംപിരിക്കൽ റിലേഷൻ വിത്ത് ടു ദെയർ മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ ആസ് അണ്ടർ. അതായത് സിമെട്രിക് സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ് ആവുന്ന കേസാണ്. അല്ലാതെ മോഡറേറ്റ്ലി അസിമെട്രിക് ആണ്, പക്ഷേ ചെറുതായിട്ട് അസിമെട്രി ഉള്ള കേസ്. നമുക്ക് നോർമൽ ഡിസ്ട്രിബ്യൂഷനിലേക്കൊന്നും അധികം പോകണ്ട. അപ്പം സിമെട്രിക് ആയിട്ട് അല്ലെങ്കിൽ മോഡറേറ്റ്ലി ചെറുതായിട്ട് അസിമെട്രി ഉള്ള സീരീസുകളിൽ നമ്മുടെ ക്വാർട്ടർ ഡീവിയേഷൻ മസ്റ്റ് ബി ഈക്വൽ ടു എന്തായിരിക്കും? 2/3 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അതുപോലെ തന്നെ മീൻ ഡീവിയേഷൻ ഈക്വൽ ടു എന്തുവരും? 4/5 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആൻഡ് റേഞ്ച് ഈക്വൽ ടു 6 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിരിക്കും. അതായത് ഈ പ്രോപ്പർട്ടി പറഞ്ഞത് ക്വാർട്ടർ ഡീവിയേഷനും മെയിൻ ഡീവിയേഷനും റേഞ്ചിനെയും സ്റ്റാൻഡേർഡ് ഡീവിയേഷനുമായിട്ട് കണക്റ്റ് ചെയ്യുന്ന റിലേഷൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഡിറ്റർമൈൻസ് ദ നമ്പർ ഓഫ് ഐറ്റംസ് ദാറ്റ് ഫോൾ വിത്തിൻ എ സ്പെസിഫിക് റേഞ്ച് ഓഫ് എ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വിത്ത് ദ ഫോളോയിങ് റിലേഷൻഷിപ്പ്. അതായത് സ്റ്റാൻഡേർഡ് ഡീവിയേഷന്
നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വി ക്യാൻ സേ ദാറ്റ് ഏതൊരു റേഞ്ചിലായിരിക്കും നമ്മുടെ വാല്യൂസ് കിടക്കുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റും. അതായത് എക്സ് ബാർ കാൽക്കുലേറ്റ് ചെയ്യില്ല തന്നിരിക്കുന്ന സീരീസിന് കറസ്പോണ്ടിങ് ആയിട്ട്, ദെൻ എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് സിഗ്മ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് എക്സ് ബാറിനോട് ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ ഒരു ഇൻ്റർവെൽ കിട്ടുമല്ലോ. ആ ഇൻ്റർവെല്ലിലായിരിക്കും നമ്മുടെ ഒബ്സർവേഷൻസിലെ 68.27% ഒബ്സർവേഷൻസും കിടക്കുക. അതുപോലെ തന്നെ എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് 2 സിഗ്മ എന്ന് പറയുന്നത്, അതായത് എക്സ് ബാറിനോട് 2 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുമ്പോൾ നമുക്ക് ഒരു ഇൻ്റർവെൽ കിട്ടില്ല. ഇപ്പം 2വിനോട് നമ്മൾ 1 ആഡ് ചെയ്യാൻ സബ്ട്രാക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും കിട്ടും? 2വിനോട് 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 3 കിട്ടും, 2വിനോട് 1 സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 കിട്ടും. അപ്പോൾ 1 3 എന്ന് പറയുന്ന ഇൻ്റർവെൽ കിട്ടും. അതേപോലെ തന്നെ എക്സ് ബാറിനോട് 2 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഇൻ്റർവെല്ലിലായിരിക്കും എന്ത് കിടക്കുക? 95.45% ഐറ്റംസും കിടക്കുക. അതുപോലെ തന്നെ എക്സ് ബാർ പ്ലസ് ഓർ മൈനസ് 3 സിഗ്മ, അതായത് അരിതമെറ്റിക് മീനിനോട് 3 ടൈംസ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആഡ് ചെയ്യുകയും സബ്ട്രാക്ട് ചെയ്യുകയും ചെയ്യുന്ന ഇൻ്റർവെല്ലിലായിരിക്കും 99.73% ഐറ്റംസും വരുന്നത്. ഓക്കെ, ദെൻ അടുത്തത് പറഞ്ഞിരിക്കുന്നത് ഇറ്റ് ഈസ് possible to determine the standard deviation of the natural numbers straightway with the following formula. അതായത് ഫസ്റ്റ് നാച്ചുറൽ നമ്പേഴ്സ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വി ക്യാൻ യൂസ് ദ ഫോർമുല സിഗ്മ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1/12 ഇൻറ്റു n സ്ക്വയർ മൈനസ് 1. അതായത് ഫസ്റ്റ് 5 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ ഇക്വേഷനിൽ n ഈക്വൽ ടു 5 കൊടുത്താൽ മതി. ഫസ്റ്റ് 12 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യാം? ഈ എന്നിൻ്റെ സ്ഥാനത്ത് 12 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫസ്റ്റ് 12 നാച്ചുറൽ നമ്പേഴ്സ്, ഫസ്റ്റ് 12 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? 1 2 3 4 5 6 അപ് ടു 12 വരെ. അതുപോലെ തന്നെ ഫസ്റ്റ് 25 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാം. അതായത് സീരീസ് എന്ന് പറയുന്നത് 1 2 3 4 അപ് ടു എവിടെ വരെ പോകും? 25 വരെ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാണാനായിട്ട് എന്ത് ചെയ്താൽ മതി? സ്ക്വയർ റൂട്ട് ഓഫ് 1/12 ഇൻറ്റു 25 സ്ക്വയർ മൈനസ് 1 ഇവാലുവേറ്റ് ചെയ്താൽ മതി. Then the last property, if standard deviations of a number of groups are known, their combined standard deviation can be computed. അതായത് കുറേ ഗ്രൂപ്പ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ് അറിയെങ്കിൽ നമുക്ക് ആ ഗ്രൂപ്പ്സിനെ എല്ലാം കൂടെ കമ്പൈൻ ചെയ്യുന്ന സാമ്പിളിൻ്റെ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. അതായത് കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുലയൊക്കെ നമ്മൾ പഠിച്ചില്ലേ? ആ കമ്പൈൻഡ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ലാസ്റ്റ് പ്രോപ്പർട്ടി. ദീസ് ആർ ദ മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.